Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടനിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായാൽ ന്യൂനപക്ഷ വംശജരായ രോഗികൾ മരിക്കുവാനുള്ള സാധ്യത 4%. ബ്രിട്ടനിൽ വെച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലായാൽ ന്യൂനപക്ഷ വംശജരായ രോഗികൾ മരണപ്പെടുവാനുള്ള സാധ്യത 4%-ലേറെയെന്ന് റിപ്പോർട്ട്. വെള്ളക്കാരായ രോഗികൾ ഇതേ അവസ്ഥ നേരിട്ടാൽ രക്ഷപ്പെടുന്നതുമായി കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നിറത്തിന്റെയും വംശത്തിന്റെയും പേരിൽ വ്യത്യാസം നിലനിൽക്കുന്നതായി കണ്ടെത്തുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിലെ ഗവേഷകർ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷന്റെ പിന്തുണയോടുകൂടി നടത്തിയ പഠനത്തിലാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന രോഗികളുടെ 12 ക്ലിനിക്കൽ ട്രയൽസിൽ നിന്നുള്ള ഡാറ്റ പരിശോധിച്ചത്. വംശീയ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള രോഗികളിൽ ശരാശരി 17 മാസത്തിന് ശേഷം 36% ഉയർന്ന മരണനിരക്കുള്ളതായി ഗവേഷകർ കണ്ടെത്തി. ആശുപത്രിയിൽ ഇടനാഴി ചികിത്സ വർദ്ധിക്കുന്നു. ദേശീയ അടിയന്തരാവസ്ഥയായി മാറുന്നുവെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ബ്രിട്ടനിൽ ദേശീയ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച് തിരക്കേറിയ ആശുപത്രികളിൽ കോറിഡോറിലും സ്റ്റോർ റൂമിലും രോഗികളെ ചികിത്സിക്കുവാൻ നിർബന്ധിതമാകുന്നുവെന്ന് UK നഴ്സിംഗ് യൂണിയൻ. ഈ അവസ്ഥ വർദ്ധിക്കുകയും വ്യാപകമാകുകയും ചെയ്യുന്നതോടെ രോഗികളുടെ സുരക്ഷയെ ബാധിക്കുകയും ചിലപ്പോൾ ഓക്സിജൻ പോലും ലഭിക്കാത്ത അവസ്ഥയും ജീവനക്കാരുടെ ശ്രദ്ധ കിട്ടാതെ പോവുകയും ചെയ്യുന്നതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ മുന്നറിയിപ്പ്. ഇടനാഴി ചികിത്സ രോഗികളുടെ അന്തസ്സിനെയും ബാധിക്കുന്നതായി RCN പറയുന്നു. മറ്റുള്ളവർ കാണുന്ന തരത്തിൽ സ്വകാര്യ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരികയും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയും നേരിടുന്നതായി യൂണിയൻ കൂട്ടിച്ചേർത്തു. ആശുപത്രികൾ കനത്ത സമ്മർദ്ദം നേരിടുന്നതിനാൽ ചില രോഗികൾ തെറ്റായ സ്ഥലങ്ങളിലേക്ക് ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നതായും RCN പറഞ്ഞു. കാർ പാർക്ക് മുതൽ ഫ്രാക്ചർ റൂം വരെ ഇതിൽപ്പെടും. ഇടനാഴിയിലെ ചികിത്സ രോഗികൾക്ക് സൃഷ്ടിക്കുന്ന അപകടം ഓരോ സമയത്തും രേഖപ്പെടുത്താനും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമായി ക്ലാസിഫൈ ചെയ്യാനുമാണ് RCN NHSനോട് ആവശ്യപ്പെടുന്നത്. UK-യിലെ 11,000 നഴ്സുമാർക്കിടയിൽ നടത്തിയ RCN സർവേയിലാണ് രോഗികൾക്കും ജീവനക്കാർക്കും നേരിടുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്നത്. ജൂലൈ 4 നടക്കുന്ന ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളുമായി മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി രംഗത്ത്. അടുത്ത കാലത്തായി ബ്രിട്ടനിലെ കുടിയേറ്റം കൂടിയതിനെ തുടർന്ന് നിലവിലെ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി കടുത്ത ജനരോഷം നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള സമഗ്ര പദ്ധതികൾ അവതരിപ്പിക്കുന്നതിലൂടെ ജനപിന്തുണയിൽ വൻ മുന്നേറ്റം നടത്താൻ സാധിക്കും എന്നാണ് ലേബർ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തുടർച്ചയായി നൽകിയ വാഗ്ദാനങ്ങൾ കൺസർവേറ്റീവ് പാർട്ടി ലംഘിച്ചതായി ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാർമർ ആരോപിച്ചു. പുതിയ നീക്കത്തിലൂടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ ലേബർ പാർട്ടിക്ക് വിള്ളൽ വീഴ്ത്തുവാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 2022 നെറ്റ് മൈഗ്രേഷൻ 7,64,000 ആയിരുന്നത് കഴിഞ്ഞ വർഷം 6,85,000 കുറഞ്ഞിരുന്നു. കുടിയേറ്റം ബ്രിട്ടീഷ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണെന്ന തിരിച്ചറിവിലാണ് ബ്രിട്ടനിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ നേതൃത്വത്തിൽ അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരായി കർശന നടപടികൾ സ്വീകരിച്ചു വന്നിരുന്നതെങ്കിലും അതൊന്നും ഫലപ്രദമല്ലെന്നാണ് ലേബർ പാർട്ടിയുടെ ആരോപണം. ഇനി നാട്ടിലെ വാർത്തകൾ. ഷാഫിക്ക് മുമ്പിൽ കാലിടറി വടകര തിരികെ പിടിക്കാനാകാതെ CPM. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നിവരെ അണികൾ വിശേഷിപ്പിച്ച പൊതുസമ്മതിയായ KK ശൈലജയ്ക്കാണ് യുവനേതാവായ ഷാഫി പറമ്പിലിന് മുന്നിൽ കാലിടറിയത്. CPMന് സ്വാധീനമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് KK ശൈലജയെ രംഗത്തിറക്കിയത്. K മുരളീധരന് ശക്തയായ എതിരാളിയായിരുന്നുവെന്നാണ് പാർട്ടി വിലയിരുത്തൽ. K മുരളീധരൻ തൃശൂരിലേക്ക് പോയതോടെ പാർട്ടി വിജയം ഉറപ്പിച്ചു. പകരമായി എത്തിയ ഷാഫി കളം പിടിച്ചതോടെ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറി. ആരോപണ പ്രത്യാരോപണങ്ങൾക്കും സമൂഹമാധ്യമത്തിലെ പോരാട്ടങ്ങൾക്കുമൊടുവിൽ വിജയം UDFനൊപ്പമായി. വടകരയിൽ TP ചന്ദ്രശേഖരൻ മത്സരിച്ച വർഷം CPMന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. TP കൊല്ലപ്പെട്ടതിനു ശേഷം RMP CPM വൈരാഗ്യവും വർദ്ധിച്ചു. RMPക്ക് വേരോട്ടമുള്ള മണ്ഡലമാണ് വടകര. ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവീനർ RMP നേതാവായ N വേണുവായിരുന്നു. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും പ്രചാരണത്തിന് മുന്നിൽ നിന്ന് ഷാഫിയെ കൊണ്ടു നടന്നതും ആളുകൾക്ക് പരിചയപ്പെടുത്തിയതും KK രമ MLA ആണ്. KK ശൈലജയും KK രമയും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആലപ്പുഴയിൽ ക്ഷോഭ കൂട്ടി BJP. വോട്ട് വിഹിതം കുത്തനെ ഉയർന്നു. ആലപ്പുഴയിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും NDA വോട്ട് വിഹിതം കുത്തനെ ഉയർത്തി. ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിട്ട് 4 മണിവരെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 28.37% വോട്ടുകളാണ് ശോഭ നേടിയിട്ടുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി നേടിയത് 17.24% വോട്ടാണെങ്കിൽ ഇത്തവണ 11.13% വോട്ട് അധികമാണ് ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തിരിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ NDAയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 1.07 ലക്ഷം വർദ്ധിച്ചു. തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുന്നുവെന്ന വൻ വിജയത്തിനു പിന്നാലെ പ്രതികരണവുമായി സുരേഷ് ഗോപി. ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവങ്ങൾ തനിക്ക് നൽകിയിരിക്കുന്നതെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഒഴുക്കിനെതിരെയാണ് നീതി കയറേണ്ടിയിരുന്നത്.
ആ ഘട്ടത്തിൽ വ്യക്തിപരമായ ഒരുപാട് ദ്രോഹങ്ങൾ തനിക്ക് നേരെ നടന്നിട്ടുണ്ടെന്നും അതിൽ നിന്നും കരകയറാൻ കഴിഞ്ഞെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നടന്ന കാര്യങ്ങളുടെ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഞാനവരെ പ്രജാദൈവങ്ങളെന്നാണ് വിളിക്കുന്നത്. വഴിതെറ്റിക്കാൻ നോക്കിയപ്പോഴേക്ക് ദൈവങ്ങൾ അവരുടെ മനസ്സ് ശുദ്ധമാക്കി. എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും തിരിച്ചുവിട്ടെങ്കിൽ അതവർ നൽകിയ അനുഗ്രഹമാണ്. തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുന്നുവെന്ന് അവർ മൂലം മാത്രമാണ് ഈ വിജയം സാധ്യമായതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കായിക വാർത്തകൾ. ലോകകപ്പ് സമ്മാനത്തുക 93.5 കോടി രൂപ, ജേതാക്കൾക്ക് 20 കോടി രൂപ. 2020 ലോകകപ്പിന് റെക്കോർഡ് സമ്മാനത്തുക പ്രഖ്യാപിച്ച ICC. $1.12 കോടി ഇത്തവണ ആകെ സമ്മാനത്തുക. ജേതാക്കൾക്ക് $24.5 ലക്ഷം ലഭിക്കും. രണ്ടാം സ്ഥാനത്തുന്ന ടീമിന് $12.8 ലക്ഷം ലഭിക്കും. സെമി ഫൈനലുകളിൽ പരാജയപ്പെടുന്ന ടീമിനും സമ്മാനത്തുക മോശമല്ല. $7,87,500 വീതവും ലഭിക്കും. ICC പുരുഷ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണിത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.57 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.